നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ? സൂര്യക്കും എനിക്കും താഴെ വെരി വെരി ലോ, വെരി താഴെയുള്ള സ്റ്റാഫ്. ഞങ്ങളുടെ കനിവ് കൊണ്ട് ഒഴിച്ചു തന്നാ നീ കൂച്ചോണം, മിണ്ടാതിരുന്നോണം. അല്ലേ സൂര്യാളിയ? അതെ, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അകത്തേക്ക് ചെല്ലുമ്പോ കിട്ടുന്ന സന്തോഷം മാത്രമേ ജീവിതത്തിലുള്ളൂ. അളിയനറിയോ, ഞാന് വെറും അടിമയാ, അടിമ. എന്തോ അത്? അതെ, അളിയന്റെ പെങ്ങളുണ്ടല്ലോ, എന്റെ ഭാര്യ ഇന്ദ്രജ. അളിയാ, ഞാൻ പറയും, എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ ഞാൻ പറയും. അതെ, അളിയന്റെ പെങ്ങള് ശരിയല്ല അളിയ. ഒരു പുരുഷനോട് എങ്ങനെ പെരുമാറണമെന്ന് അളിയന്റെ പെങ്ങൾക്ക് അറിയില്ലേ? അല്ല, അളിയന്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. പിന്നെയാണ് പെങ്ങൾക്ക്. അയ്യോ, എന്റെ ജന്മം വേസ്റ്റാളിയ. ഒരു ഉപകാരമില്ലാത്തൊരു ജന്മം. മതി മതി മതി, ഇനി ഒരു തുള്ളി കുടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, കേട്ടല്ലോ. നോ, എനിക്ക് കുടിക്കണം. ഒഴേടാ കൊലച്ചു. അതെ അഴയാ, എനിക്ക് ഇനിയും സംസാരിക്കണം. എന്നെ തടയരുത്, എന്നെ തടയരുത്, എന്നെ തടയരുത്. എന്റെ അടുത്തുനിന്ന് ഒരു ദയയും പ്രതീക്ഷിക്കരുത്, ഒരു ദയയും. സൂര്യ സാർ പിന്നെ വിളിച്ചോ മോളെ? വിളിച്ചില്ല. സൂര്യ സാറിന്റെ മിടുക്ക് സമ്മതിക്കണം. സിംഹം പോലെ നിന്ന പത്മ മേഡത്തിനെ കൊണ്ട് സൂര്യ സാർ ഒപ്പിടിച്ചില്ലേ? പത്മ മേഡം എന്താ പറഞ്ഞേ? വേലക്കാരിയായ നന്ദിനി ഒപ്പിടുന്നതിന്റെ തൊട്ടടുത്ത് ഈ ഞാൻ പത്മ മേഡം ഒപ്പിടില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഒപ്പിടിയിപ്പിച്ച അതാ സൂര്യ സാറ്. രാജേട്ടനൊന്ന് പോയേ. ഞാൻ എന്റെ തലേന്ന് പോയി കിട്ടിയെന്ന് വിചാരിച്ചതാ. സത്യം പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപയുടെ കാര്യത്തിനൊക്കെ ഒപ്പിടുന്നത് എനിക്കെന്തോ ഒരു പേടി സ്വപ്നം പോലെയാ. എന്ത് പേടി സ്വപ്നം? സൂര്യ സാർ അനുവദിച്ചു തന്നല്ലേ മോളെ? മോളായതുകൊണ്ടാണ് അഹങ്കരിക്കാത്തത്. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിലേ ഈ വീട്ടിനകത്ത് ചവിട്ടി മെതച്ച് നടന്നന്. പത്മ മേഡത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഈ വീട്ടിലും കമ്പനിയിലും എനിക്ക് നിങ്ങളുടെ അതേ അവകാശം ഉണ്ടെന്ന് പറഞ്ഞേനെ. എനിക്കതൊന്നും വേണ്ട. സാർ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പേടിയാവുക മനുഷ്യന്. ഇനി മോൾ ആരെ പേടിക്കാനാ? പത്മ മേഡത്തിന്. എന്റെ പൊന്നു മോളെ, പത്മ മേഡത്തിന്റെ പല്ലു എല്ലും ഒക്കെ കൊഴിഞ്ഞില്ലേ? അയ്യോ, പാവം പത്മ മേഡം.